നമ്മൾ കടക്കണിയിൽ പെട്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ തുറന്ന് പറയാറില്ല. കുറേ അവധി പറഞ്ഞ് അവരെ മെനക്കെടുത്തിയതിന് ശേഷമാണ് പലപ്പോഴും ഇവരോട് നമ്മൾ ഇതൊക്കെ തുറന്ന് പറയാറുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിമാന പ്രശ്നമാണെന്നൊക്കെ കരുതി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും ഇല്ലാതെ പഴയപടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പരമാവധി എത്ര വരുമാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിക്കുക. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബേസിക് മൈൻഡ്. മൈസെൽഫ് ജോസൻ ടോണി, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ലൈഫിൽ പല തെറ്റായ തീരുമാനങ്ങൾ വഴി ഡെപ്റ്റ് ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ശ്രമിച്ച് അത് ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ കൊണ്ട് ആയിരിക്കാം ഇവർ ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നത്. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്ത് വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഡെസ്പറേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഡെസ്പറേറ്റഡ് ആയ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെയെങ്കിലും കടം വീട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് അത്തരത്തിൽ ഓരോന്നൊക്കെ ചെയ്ത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള പല സ്കീമുകളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത്. അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളൊക്കെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ ട്രാപ്പിൽ പെട്ടുപോകാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള സ്കീമുകളിലൊക്കെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഓൾറെഡി നമ്മൾ പെട്ട് നിൽക്കുന്ന ട്രാപ്പിനെക്കാട്ടിലും വലിയൊരു ട്രാപ്പിലായിരിക്കും നമ്മൾ പെടുക. പണം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സ്കീമുകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്ത് ബിസിനസ് ആണെങ്കിലും അതുവഴി വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും ടൈം തന്നെയാണ്. സമയമെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളൊരു റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മെച്ചം കിട്ടുക. രണ്ട്, ഈ ഡെപ്റ്റ് എങ്ങനെ റീപേ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പലപ്പോഴും കടക്കണിയിൽ പെട്ടുപോയി കഴിയുമ്പം ഇത് റീപേ ചെയ്ത് തീർക്കാൻ വേണ്ട വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും കടക്കാരെ സമാധാനപ്പെടുത്തുക എന്നുള്ളത് മാത്രമായി പോകും. പലയിടത്തു നിന്നും കടം വാങ്ങി ഒരു കടം തീർക്കാൻ വേണ്ടി അടുത്ത കടമെടുക്കുന്നു, അത് തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കടമെടുക്കുന്നു. ഇതൊരു നെവർ എൻഡിങ് സൈക്കിളായിട്ട് മാറുകയാണ്. പ്രാക്ടിക്കലി ഇത് സംഭവിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇതിനു വേണ്ടിയുള്ള വരുമാനം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. നമ്മളൊരു ഡെപ്റ്റ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു മാറ്റം വരുത്തി ബാക്കിയുള്ള ചിലവുകളൊക്കെ പരമാവധി കുറച്ച് വേണം നമ്മളിനി മുമ്പോട്ട് പോകാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിമാന പ്രശ്നമാണെന്നൊക്കെ കരുതി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും ഇല്ലാതെ പഴയപടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പരമാവധി എത്ര വരുമാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിക്കുക. ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തി പരമാവധി ചിലവ് എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള കടം അടച്ചു തീർക്കാൻ നമുക്ക് എത്ര കാലയളവ് വേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുക. ഇതിന് നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് തേടുന്നതിൽ തെറ്റില്ല. മൂന്നാമതായിട്ട്, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം നമുക്ക് എത്ര സമയം വേണമെന്നുള്ളത് നമ്മുടെ ക്രെഡിറ്റേഴ്സിനോട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ലോണിൻ്റെ ടേംസ് ഒക്കെ ഒന്ന് റീനെഗോഷിയേറ്റ് ചെയ്യുക. നമ്മൾ കടക്കണിയിൽ പെട്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ തുറന്ന് പറയാറില്ല. കുറേ അവധി പറഞ്ഞ് അവരെ മെനക്കെടുത്തിയതിന് ശേഷമാണ് പലപ്പോഴും ഇവരോട് നമ്മൾ ഇതൊക്കെ തുറന്ന് പറയാറുള്ളത്. ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു കൺസിഡറേഷൻ തരാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കുകയില്ല നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മുടെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് ഇവരോട് തുറന്നു പറയുക എന്നുള്ളതാണ് ശരിയായ രീതി. ഇനി നമ്മൾ ബാങ്കിൽ നിന്നൊക്കെയാണ് ലോൺ എടുത്തതെങ്കിൽ ഇവിടെ നിന്നൊക്കെ എത്രത്തോളം പരിഗണന കിട്ടും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പേഴ്സണലായിട്ട് കടം വാങ്ങിയ ആളുകളിൽ നിന്നെങ്കിലും നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു പരിഗണന പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത പുതിയ റീപേയ്മെൻറ്റ് ടേം അനുസരിച്ച് കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരു തുക അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അവരെ നമ്മൾ ഒരിക്കലും ഒരു പാനിക് മോഡിലേക്ക് വിടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം പാനിക് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള പ്രഷർ കൂടുകയും നമ്മുടെ എൻറ്റയർ പ്ലാൻ തെറ്റുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് പല ലോണുകളുള്ളപ്പം ഏത് ആദ്യം അടച്ചു തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് രണ്ട് തിയറിയാണുള്ളത്. എല്ലാ ലോണുകളുടെയും മിനിമം റീപേയ്മെൻറ്റ് ശേഷം അല്ലെങ്കിൽ EMIക്ക് ശേഷം വരുന്ന പേയ്മെൻറ്റ് അലോക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഡെപ്റ്റ് അവലാഞ്ച് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺ ആദ്യം അടച്ചു തീർക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാറ്. പൊതുവേ ഈ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നതെങ്കിലും ആക്ച്വലി കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡുണ്ട്. അതിനാണ് നമ്മൾ സ്നോബോൾ മെത്തേഡ് എന്ന് വിളിക്കുക. സ്നോബോൾ മെത്തേഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ പോലും ഏറ്റവും കുറവ് ലോൺ എമൗണ്ട് ഉള്ള ലോണിനെ ആദ്യം അടച്ചു തീർക്കാനാണ് നമ്മൾ പൊതുവെ ഇവിടെ ശ്രമിക്കാറ്. നമുക്ക് വരുന്ന ചിലവ് വെച്ച് നോക്കുമ്പം നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് തോന്നുമെങ്കിലും രണ്ടാമത് പറഞ്ഞ മെത്തേഡിന് മറ്റൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്.
നമ്മൾ പെട്ടെന്ന് ലോൺ അടച്ച് തീർക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുത്തുന്നത് നമ്മളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും. ആദ്യത്തെ ലോണിന് തുക കുറവായിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കുകയും ആ ലോണിന് വേണ്ടിയിട്ട് വരുന്ന ബാക്കി തുക കൂടെ നമുക്ക് അടുത്ത ലോണിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഈ സ്നോബോൾ മെത്തേഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും നമ്മളെ ഫർദർ ഇത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. പഠനങ്ങൾ പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് ആദ്യത്തെ മെത്തേഡിൽ കുറവാണെങ്കിലും രണ്ടാമത്തെ മെത്തേഡിലാണ് ആളുകൾ വളരെ പെട്ടെന്ന് ലോൺ അടച്ച് തീർക്കാറ് ഉള്ളത് എന്നാണ്. കാരണം ഈ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഈ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ മെത്തേഡ് തന്നെ നമ്മുടെ കേസിൽ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഏത് രീതിയിലാണെങ്കിലും ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത ആ ഒരു പ്ലാൻ ഏതാണോ ആ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിന് ഇത് ഹെൽപ്ഫുൾ ആകുവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം ആൻഡ് ടൈപ്പ് ഔട്ട് യുവർ ഒപ്പീനിയൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് ഫോളോ ബിസിക്സ് മൈറ്റ്.